Hi students, accounting നമ്മൾ പുതിയൊരു എക്സസൈസ് പുതിയൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാണ്. ആ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ ആദ്യം എഴുതിയെടുക്കുക. ഞാനൊന്ന് വായിക്കാം. ജേർണലൈസ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ ദി ബുക്സ് ഓഫ് സാം. സാം എന്ന് പറയുന്ന ആളുടെ ബുക്കിൽ ഈ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ജേർണലിലേക്ക് എഴുതാനാണ്. ഈ ട്രാൻസാക്ഷൻ നോക്കൂ. 2018 ജനുവരി 1 സാം കമൻസ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് 1,50,000. നിങ്ങൾ പെട്ടെന്ന് എഴുതിയെടുത്ത് പോകാൻ ശ്രമിക്കുക. പിന്നെ 3-ാം തീയതി പെയ്ഡ് ഇൻ ടു ബാങ്ക് റുപ്പീസ് 50,000. 5-ാം തീയതി പർച്ചേസ്ഡ് ഗൂഡ്സ് ഫ്രം കൃഷ്ണ റുപ്പീസ് 15,000. 7-ാം തീയതി സോൾഡ് ഗൂഡ്സ് ടു ജോൺ ഓൺ ക്രെഡിറ്റ് റുപ്പീസ് 4,000. 10-ാം തീയതി റിട്ടേൺഡ് ഗൂഡ്സ് ടു കൃഷ്ണ റുപ്പീസ് 350. 15-ാം തീയതി ജോൺ റിട്ടേൺഡ് ആസ് ഗൂഡ്സ് വർത്ത് റുപ്പീസ് 150. 25-ാം തീയതി അഡ്വാൻസ്ഡ് കുമാർ റുപ്പീസ് 15,000 ആസ് ലോൺ. 26-ാം തീയതി പെയ്ഡ് ഫോർ റിപ്പയറിംഗ് മെഷീൻ റുപ്പീസ് 750. 31-ാം തീയതി റിസീവ്ഡ് കമ്മീഷൻ ഫ്രം സുകുമാർ റുപ്പീസ് 250. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യാം, ആദ്യം ഒന്ന് എഴുതിയെടുത്തിരിക്കുക. എന്നിട്ട് ഞാൻ ഇത് എന്ത് ചെയ്യാൻ പോവാണ്, അതെങ്ങനെ ജേർണലിലേക്ക് എഴുതാം എന്നുള്ളത് നിങ്ങളോട് വ്യക്തമാക്കി തരാം. അപ്പൊ എല്ലാവരും ആ ബോർഡിലുള്ളത് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് എഴുതിയെടുക്കുക. ഞാനത് കൂടുതൽ അതിനു വേണ്ടി സമയം കളയുന്നില്ല. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്. അപ്പൊ എല്ലാവരും ചോദ്യം എഴുതിയെടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ട്രാൻസാക്ഷൻസ് ആയിട്ട് നമുക്ക് ജേർണലിൽ എങ്ങനെ എഴുതാം. ഒരു ട്രാൻസാക്ഷൻ ജേർണലിൽ എഴുതണമെങ്കിൽ നമ്മൾ അതിൽ ചില കാര്യങ്ങൾ കണ്ടെത്തണം. ആ ഓരോ ട്രാൻസാക്ഷനിൽ ഇൻവോൾവ് ചെയ്ത 2 അക്കൗണ്ടുകൾ ഏതൊക്കെ, ആ 2 അക്കൗണ്ടുകൾ കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷം ആ അക്കൗണ്ട് ഏത് അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ഏത് അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്, ഇത് ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം ഒരു ജേർണലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ, എഴുതി വെക്കാൻ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാറുള്ളത്, ആദ്യം ആ ട്രാൻസാക്ഷൻ ഒരു അനാലിസിസ് ടേബിൾ ഉണ്ടാക്കും. അങ്ങനെയാണ് നമ്മൾ ഇതുവരെ ചെയ്തു വന്നത്. ഞാനത് ചെയ്യുമ്പോഴേ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ അനാലിസിസ് ടേബിളിന് എന്തില്ല, പ്രസക്തി ഇല്ല എന്നും ആ അനാലിസിസ് നമ്മുടെ ബ്രെയിനിലാണ് നടത്തേണ്ടത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അനാലിസിസ് ടേബിൾ ഉണ്ടാക്കുന്നില്ല. ഓരോ ട്രാൻസാക്ഷൻ കിട്ടിക്കഴിയുമ്പോൾ അത് നമ്മൾ എന്താ പറയാ, മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൽ അക്കൗണ്ട് കണ്ടെത്തി ഡെബിറ്റും ക്രെഡിറ്റും അനലൈസ് ചെയ്ത് നേരിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ജേർണലിലേക്ക് എഴുതാൻ പോവാണ്. അപ്പൊ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ ഒന്ന് നോക്കാം. എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, സാം കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ്. സാം കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ഇത് നമ്മൾ കുറെ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ പെട്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്, ഉടനെ കുട്ടിയുടെ മനസ്സിൽ ജേർണൽ എൻട്രി ആയിട്ട് തന്നെ വരണം. 2 അക്കൗണ്ട്, ഒന്ന് ക്യാഷ് ഒന്ന് ക്യാപിറ്റൽ. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ക്യാപിറ്റൽ എന്ന് വരണം. പക്ഷെ എന്നാലും ഞാൻ എന്ത് ചെയ്യുന്നു, വെറുതെ നിങ്ങൾക്ക് ഒന്നുകൂടി ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് സാം കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറയുമ്പോൾ അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള 2 അക്കൗണ്ട്, ഒന്ന് ക്യാഷ് ആണ്, രണ്ടാമത്തെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. അതൊന്നും നമുക്ക് എഴുതി വെച്ചിട്ട് പിന്നെ ഇതിലേക്ക് പോകാം. പിന്നെ ബിസിനസ് തുടങ്ങി ഉടമസ്ഥൻ ബിസിനസ്സിലേക്ക് ക്യാഷ് കൊണ്ടുവരുന്നതോടുകൂടി ബിസിനസ്സിലെ ക്യാഷ് എന്ന അസറ്റ് കൂടിയാൽ ഡെബിറ്റ് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ അബ്രിവിയേഷൻ ആയിട്ടുള്ള DR എന്ന് എഴുതുന്നു, ഡെബിറ്റിന്റെ. ഇനി ക്യാപിറ്റൽ, ക്യാഷ് എന്താ പറയാ, ഉടമസ്ഥൻ പണം കൊണ്ടുവരുന്നതോടുകൂടി ക്യാഷും കൂടും, ഉടമസ്ഥന്റെ ക്യാപിറ്റൽ എന്നുള്ള ലയബിലിറ്റിയും എന്ത് ചെയ്യാണ്, ബിസിനസ്സിൽ വർദ്ധിക്കുകയാണ്. അപ്പൊ ക്യാപിറ്റൽ കൂടിയാൽ ക്രെഡിറ്റ് എന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 അക്കൗണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു. അത് ഏതൊക്കെയാണ് ഡെബിറ്റ്, ഏതൊക്കെ ക്രെഡിറ്റ്, ഇത്രയും നമ്മുടെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ജേർണലിലേക്ക് ആ ജേർണൽ എൻട്രി എഴുതാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഡേറ്റ് എഴുതണം. 2018 ജനുവരി 1 അങ്ങനെയായിരുന്നു നമ്മുടെ ട്രാൻസാക്ഷൻ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി എങ്ങനെ എഴുതണം, ആദ്യം ഡെബിറ്റ് ആയിട്ട് എഴുതണം. ഡെബിറ്റ് ഏതാണ്, ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് എന്ന് വേണമെങ്കിൽ നീട്ടി എഴുതാം, അല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ അബ്രീവിയേഷൻ ചുരുക്കം എഴുതാം. ഞാൻ തൽക്കാലം അതിന്റെ ചുരുക്ക രൂപമാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. ഈ ഡെറ്റർ എഴുതുന്നത് ലെഡ്ജർ ഫോളിയോ കോളത്തിനോട് ചേർത്തായിരിക്കണം. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 1,50,000 ഡെബിറ്റ് ആയതുകൊണ്ട് നമുക്കത് ഡെബിറ്റ് കോളത്തിൽ തന്നെ എഴുതാം. അതോടുകൂടി ഡെബിറ്റ് ആസ്പെക്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ക്രെഡിറ്റ് ആസ്പെക്ട്.
ക്യാപിറ്റൽ. ആരുടെ ക്യാപിറ്റൽ ആണ്? സാംസ് ക്യാപിറ്റൽ. അപ്പോൾ നമുക്ക് അത് ഫുൾ ആയിട്ട് എഴുതാം. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു എഴുതുമ്പോൾ കുറച്ച് സ്പേസ് ഉണ്ടായിരിക്കണം. ഈ ഡെബിറ്റ് ഐറ്റം ഇതിനോട് ചേർത്തിട്ട് തന്നെ എഴുതണം. ഇത് ഞാൻ എല്ലാ കുട്ടികളോടും പല തവണയായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എനിക്ക് വർക്ക് ചെയ്തയക്കുമ്പോൾ പലരും ഇത് എന്ത് ചെയ്യുന്നില്ല, ഫോളോ ചെയ്യുന്നില്ല. ഓരോരുത്തരും അവരവർക്ക് തോന്നിയ സ്ഥലത്ത് ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ കൊണ്ട് എഴുതുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ചെയ്യരുത്. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട്. അത് കലാപരമായി ആൻഡ് ഇറ്റ് ഈസ് കസ്റ്റമറി. പല കാര്യങ്ങളും കസ്റ്റമറിയാണ്, പണ്ട് തൊട്ടേ ചെയ്തു വരുന്നതാണ്. അപ്പൊ നമുക്കും അത് അതേപോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്യാം. അപ്പോൾ ക്രെഡിറ്റ് ഐറ്റം കുറച്ച് സ്പേസ് ചെയ്തിട്ട് ടു സാംസ് ക്യാപിറ്റൽ. ക്രെഡിറ്റില് 1,50,000. അതോടുകൂടി ഡെബിറ്റും ക്രെഡിറ്റും എഴുതി കഴിഞ്ഞു. ഇനി ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആണെങ്കിൽ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു. സ്റ്റാർട്ടിംഗ് വിത്ത് ബീയിങ്. നമുക്ക് അങ്ങനെ തന്നെ എഴുതി ശീലിക്കാം. കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ നരേഷൻ ആയി. ഇനി ഈ ട്രാൻസാക്ഷൻ കഴിഞ്ഞ് കംപ്ലീറ്റ് ആവണമെങ്കിൽ പർട്ടിക്കുലേഴ്സ് ടു പർട്ടിക്കുലേഴ്സ് എന്ത് ചെയ്യണം? അതിന്റെ അടിയിൽ ഒരു വര വരയ്ക്കണം. പല കുട്ടികളും ഡേറ്റ് കോളം തൊട്ട് എമൗണ്ട് കോളം വരെ ക്ലോസ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യരുത്. പർട്ടിക്കുലേഴ്സ് ടു പർട്ടിക്കുലേഴ്സ് അത് വരയ്ക്കുന്നത് സ്കെയിലും പെൻസിലും ഉപയോഗിച്ചിട്ട് തന്നെ വേണം. ഇതിലെ ഫോർമാറ്റ് കോളങ്ങൾ സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് വരയ്ക്കുകയും എഴുതുന്നത് പേന കൊണ്ട് എഴുതുകയും ചെയ്യുന്ന ശീലം കുട്ടികൾക്ക് ഉണ്ടാവണം. എന്നാലേ അത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെയാണ് നിങ്ങൾ അത് ശീലിക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 1,50,000 ടു സാംസ് ക്യാപിറ്റൽ 1,50,000. അതോടുകൂടി ഒന്നാമത്തെ ജേണൽ എൻട്രി കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി രണ്ടാമത് പറഞ്ഞത് പെയ്ഡ് ഇൻ ടു ബാങ്ക്. ഇത് ശ്രദ്ധിക്കുക. നമ്മൾ ബാങ്കിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് അല്ലെങ്കിൽ ഓപ്പൺഡ് എ ബാങ്ക് അക്കൗണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഓപ്പൺഡ് എ ബാങ്ക് അക്കൗണ്ട് ഓർ ഡെപ്പോസിറ്റഡ് ഇൻ ടു അവർ ബാങ്ക് അക്കൗണ്ട്. അതാണ് പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ബാങ്കിൽ പൈസ കൊടുത്തു എന്ന് പറഞ്ഞാൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിൽ പൈസ അടച്ചു എന്നാണ് അർത്ഥം. അപ്പൊ ബാങ്കിൽ പൈസ കൊടുത്തു എന്ന് പറയുമ്പോൾ ക്യാഷ് ബിസിനസ്സിന് പോയി. അപ്പോ ഇതൊന്നാണ്. ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷനില് ഒന്നാം ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാഷ് ആണ് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തത്. അതോടുകൂടി ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോയി. ആ കണക്ക് ക്യാഷ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തണം. അവിടെ നമുക്ക് പുതിയൊരു അസറ്റ് ഉണ്ടാവുകയാണ്. ഏതൊരു വ്യക്തിക്ക് ഒരു ബാങ്ക് ബാലൻസ് എന്ന് പറഞ്ഞ അസറ്റ് അല്ലേ? അപ്പൊ നമുക്കും ബാങ്ക് എന്താണ്? ഒരു അസറ്റ് ആണ്. എങ്കിൽ അതിലെ രണ്ടാമത്തെ അക്കൗണ്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ബാങ്ക് എന്നുള്ള അക്കൗണ്ട് ആണ്. ബാങ്കിൽ പൈസ നിക്ഷേപിച്ചാൽ ബാങ്ക് അക്കൗണ്ട് അത് നമ്മുടെ അസറ്റ് ആണ്. ആ അസറ്റ് ഏത് അക്കൗണ്ട് ആയിട്ടാണ് കാണിക്കുക? ബാങ്ക് എന്നുള്ള ഒരു അക്കൗണ്ട് ആയിട്ടാണ് ബിസിനസിന്റെ കണക്കിൽ കാണിക്കേണ്ടത്. അപ്പൊ ഈ ട്രാൻസാക്ഷനിൽ വരുന്ന രണ്ട് അക്കൗണ്ടുകൾ ഒന്ന് ക്യാഷും ഒന്ന് ബാങ്കും ആണ്. ഇനി ഇതിൽ ഏതിൽ ഡെബിറ്റ് ചെയ്യണം ഏതിൽ ക്രെഡിറ്റ് ചെയ്യണം? ഈസി ആയിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവും. പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്ന് പറഞ്ഞാൽ ബാങ്കിലേക്ക് പൈസ കൊടുത്തു, ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോയി എന്നാണ് അർത്ഥമാക്കുന്നത്. അതേസമയം നമ്മുടെ ബാങ്ക് ബാലൻസ് കൂടി. ഈ ക്യാഷും അസറ്റ് ആണ് ബാങ്കും അസറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ ഏത് അസറ്റ് കൂടി ഏത് അസറ്റ് കുറഞ്ഞു എന്ന് ചിന്തിച്ചു നോക്കൂ. ഡെപ്പോസിറ്റ് ചെയ്തതോടുകൂടി ബാങ്ക് എന്നുള്ള അസറ്റ് കൂടുകയും കയ്യിലിരിക്കുന്ന ക്യാഷ് അവിടെ കൊണ്ടുവരുന്നതോടുകൂടി ക്യാഷ് എന്ന അസറ്റ് കുറയുകയാണ് ചെയ്തത്. എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. റീസൺ ഞാൻ പറഞ്ഞു, ബാങ്ക് എന്നുള്ള അസറ്റ് കൂടി ക്യാഷ് എന്ന അസറ്റ് കുറഞ്ഞു. എങ്കിൽ നമുക്ക് ഇനി ഇത് എന്ത് ചെയ്യാം? ട്രാൻസാക്ഷൻ ആയിട്ട് എഴുതാം. ഇതെല്ലാം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതായതുകൊണ്ടാണ് ഞാൻ ഇനി എന്ത് ചെയ്യുന്നത്? വേഗത്തിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലാഗ് ചെയ്ത് പോകും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് വിശ്വാസം. നിങ്ങളൊരു കാര്യം ചെയ്യുക, മനസ്സിലായിരിക്കും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അല്ലാതെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, സ്ലോ ചെയ്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ഞാൻ അതിന്റെ റീസൺ ഒറ്റ തവണ പറയുന്നു, നിങ്ങളത് ആവശ്യമെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കാണുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ എഴുതാൻ ഡേറ്റ് ഇയറിൽ മാറ്റമില്ല, മന്തിൽ മാറ്റമില്ല, ഡേറ്റിൽ മാത്രമാണ് മാറ്റം. 3-ാം തീയതിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ അക്കൗണ്ട് ഒന്ന് ബാങ്ക് ഒന്ന് ക്യാഷ് ആണെന്ന് പറഞ്ഞു. ഇതിൽ ബാങ്ക് ആണ് ഡെബിറ്റ്. എങ്കിൽ ആ ഡെബിറ്റ് ഉള്ള അക്കൗണ്ട് ആണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. എത്ര രൂപയാണ് ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്നത്? 50,000. 50,000 രൂപയാണ് ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. 50,000 രൂപ. ഇനി ക്രെഡിറ്റ് ഐറ്റം കുറച്ച് നീക്കി അടുത്ത ലൈനില് 2. അപ്പൊ 2 എഴുതുമ്പോൾ മുകളിൽ എഴുതിയ 2ന്റെ നേരെ തന്നെ താഴെ വരണം. ടു ക്യാഷ് അക്കൗണ്ട്
ക്രെഡിറ്റില് 50,000. അപ്പോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 50,000 ടു ക്യാഷ് അക്കൗണ്ട് 50,000. അക്കൗണ്ട് എഴുതി കഴിഞ്ഞു. ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു നരേഷൻ വേണം. സ്റ്റാർട്ടഡ് വിത്ത് ബീയിങ് നമുക്ക് എഴുതാം പെയ്ഡ് ഇൻടു ബാങ്ക്. പെയ്ഡ് ഇൻടു ബാങ്ക് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. അതോടുകൂടി ആ ജേർണൽ എൻട്രി ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി. അത് കംപ്ലീറ്റ് ആയി എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? പർട്ടിക്കുലേഴ്സ് ടു പർട്ടിക്കുലേഴ്സ് അതിന്റെ അടിയിൽ ഒരു വര വരയ്ക്കുന്നു. അപ്പൊ രണ്ടാമത്തെ എൻട്രി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് മൂന്നാമത്തെയാണ്. മൂന്നാമത്തെ ട്രാൻസാക്ഷൻ. ആ മൂന്നാമത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് പർച്ചേസ്ഡ് ഗൂഡ്സ് ഫ്രം കൃഷ്ണ. പർച്ചേസ്ഡ് ഗൂഡ്സ് ഫ്രം കൃഷ്ണ. പർച്ചേസ്ഡ് ഗൂഡ്സ് ഫ്രം കൃഷ്ണ. കൃഷ്ണന്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി. എന്തിനാണ് കൃഷ്ണൻ എന്നുള്ള പേര് അവിടെ തന്നത്? ആ വ്യക്തിയുടെ പേര് അവിടെ തന്നാൽ അതിനർത്ഥമാക്കുന്നത് എന്താണ്? അയാൾക്ക് നമ്മൾ പണം കൊടുത്തിട്ടില്ല, കൊടുക്കാനുണ്ട് എന്നുള്ളതാണ്. നേരെ മറിച്ച് നമ്മൾ പൈസ കൊടുത്തിട്ടാണ് സാധനം വാങ്ങിയെങ്കിൽ അത് ആരുടെ വാങ്ങി എന്നുള്ളതിന് പിന്നെ ഒരു പ്രസക്തിയില്ല. അത് നമ്മൾ ബിസിനസിന്റെ കണക്കിൽ കാണിക്കണ്ട. പക്ഷെ കൃഷ്ണ എന്നുള്ള പേര് നിങ്ങൾക്ക് അതിൽ തന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അയാൾക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? പണം കൊടുത്തിട്ടില്ല, നമ്മൾ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ വ്യക്തിയുടെ പേരിൽ നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ? സ്ഥാപനത്തിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടി വരും. അയാൾക്ക് അത്ര രൂപ കൊടുക്കാനുണ്ട് എന്ന് കണക്കിൽ കാണിക്കേണ്ടി വരും. അപ്പൊ ഇതെന്തല്ല? ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്, ക്യാഷ് ട്രാൻസാക്ഷൻ അല്ല. അപ്പൊ ഇതിൽ ഒരു അക്കൗണ്ട് ഉറപ്പായ എന്താണ്? കൃഷ്ണ. ഒരു അക്കൗണ്ട് കൃഷ്ണ എന്നുള്ളതാണ്. പിന്നെ എന്താണ് ഈ കൃഷ്ണയുമായിട്ടുള്ള ഡീലിങ്സ്? സാധനങ്ങൾ വാങ്ങി, ഗൂഡ്സ് പർച്ചേസ് ചെയ്തു. ഗൂഡ്സ് പർച്ചേസ് ചെയ്താൽ അത് ഏത് അക്കൗണ്ടിൽ കാണിക്കണമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? യെസ്, പർച്ചേസസ് അക്കൗണ്ടിലാണ് അത് കാണിക്കേണ്ടത്. പർച്ചേസസ് അക്കൗണ്ട്. അപ്പൊ രണ്ട് അക്കൗണ്ട് ഐഡന്റിഫൈ ചെയ്തു. ഒന്ന് കൃഷ്ണ എന്നുള്ള അക്കൗണ്ട്, ഒന്ന് പർച്ചേസസ് എന്നുള്ള അക്കൗണ്ട്. ഇനി നമുക്ക് ഓരോ നോക്കാം. ഗൂഡ്സ് പർച്ചേസ് ചെയ്യുക ചെലവല്ലേ? വരവ്, റവന്യൂ നേടാൻ വേണ്ടി നമ്മൾ ചെലവാക്കുന്ന ഒരു പണമാണ് എന്ന് പറയുന്നത് പർച്ചേസസ്. സാധനങ്ങൾ വാങ്ങി എന്ന് പറഞ്ഞാൽ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെലവാണ്. അപ്പോ കടത്തിനായാലും ക്യാഷിനായാലും വാങ്ങി എന്ന് പറഞ്ഞാൽ നമുക്കത് എന്താണ്? ചെലവാണ്. ആ പണം പിന്നെയാണെങ്കിലും കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ ബിസിനസ്സിന് എന്ത് ചെയ്തു? ബിസിനസിന്റെ ചെലവ് എന്ന് വെച്ചാൽ എക്സ്പെൻസ് കൂടി എന്നല്ലേ അർത്ഥം. എക്സ്പെൻസിന്റെ നിയമം എന്താണ്? കൂടിയാൽ ഡെബിറ്റ്, കുറഞ്ഞാൽ ക്രെഡിറ്റ്. അപ്പൊ നമ്മൾ വാങ്ങിയപ്പോൾ ആ വർഷത്തെ എക്സ്പെൻസ് ഒന്ന് വർദ്ധിച്ചു, പർച്ചേസസ് എന്നുള്ള എക്സ്പെൻസ് വർദ്ധിച്ചു എങ്കിൽ പർച്ചേസ് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. കാരണം എക്സ്പെൻസ് വർദ്ധിച്ചു. എങ്കിൽ പർച്ചേസ് ഡെബിറ്റ് ആണെങ്കിൽ കൃഷ്ണ എന്തായിരിക്കും? ക്രെഡിറ്റ് ആയിരിക്കും. ഇനി വേണ്ട ഒരു കാര്യം പറയട്ടെ, സാധനങ്ങൾ വാങ്ങി അത് ക്യാഷിനോ ക്രെഡിറ്റിനോ, പർച്ചേസ് എല്ലായ്പ്പോഴും എന്തായിരിക്കും? ഡെബിറ്റ് ആയിരിക്കില്ല. ചില സാഹചര്യങ്ങളിൽ മാത്രമാണ് അത് ക്രെഡിറ്റ് വരാതെ, ഞാൻ അപ്പൊ പറയാം. പക്ഷെ വളരെ മൈന്യൂട്ട്, അത് റെയർ കേസുകളിൽ, യൂഷ്വൽ കേസുകളിലെല്ലാം പർച്ചേസ് എന്തായിരിക്കും വരിക? ഡെബിറ്റ് ആയിരിക്കും വരിക. അതേപോലെ യൂഷ്വൽ കേസുകളിലെല്ലാം സെയിൽസ് ക്രെഡിറ്റ് ആയിരിക്കും വരിക. കാരണം സെയിൽസ് ഇൻകം ആണ്, പർച്ചേസ് എക്സ്പെൻസ് ആണ്. വാങ്ങും തോറും എക്സ്പെൻസ് കൂടും, അപ്പൊ പർച്ചേസ് ഡെബിറ്റേ വരും. വിൽക്കും തോറും സെയിൽസ് വർദ്ധിക്കും, സെയിൽസ് ക്രെഡിറ്റേ വരും. അപ്പൊ അതൊന്നും മനസ്സിലോർമ്മിച്ച് വെച്ചാൽ മതി. അപ്പൊ ഈ കൃഷ്ണ ക്രെഡിറ്റ് ആയിരിക്കും എന്ന് നമുക്കറിയാം. എന്നാൽ റീസൺ, ഈ കൃഷ്ണ ആരാണ്? നമ്മൾ കടത്തിന് സാധനങ്ങൾ വാങ്ങിയ വ്യക്തിയാണ്. അത് സാധനം വാങ്ങിയതോടുകൂടി നമ്മൾ അയാൾക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ട്? പണം കൊടുക്കാനുണ്ട്. പണം കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ നമ്മുടെ ആരാണ്? ബാധ്യതയാണ്, ക്രെഡിറ്റർ ആണ്. നമ്മുടെ ചെലവ് കൂടിയതോടുകൂടി ഒരു ബാധ്യതയും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. എങ്കിൽ നമ്മൾ ലയബിലിറ്റിയുടെ റൂൾ നോക്കണം. ലയബിലിറ്റിയുടെ റൂൾ പ്രകാരം കൂടിയാൽ ക്രെഡിറ്റ്, കുറഞ്ഞാൽ ഡെബിറ്റ് എന്നാണ് പഠിച്ചത്. അപ്പൊ ഇവിടെ സാധനങ്ങൾ കടത്തിന് വാങ്ങിയപ്പോ കൃഷ്ണ എന്നുള്ള ക്രെഡിറ്റ്, നമ്മുടെ ബാധ്യത വർദ്ധിച്ചു. അതുകൊണ്ട് കൃഷ്ണ അക്കൗണ്ട് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ഈ ട്രാൻസാക്ഷനിൽ രണ്ട് അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തു. അതിൽ ഏതാണ് ഡെബിറ്റ്, ഏതാണ് ക്രെഡിറ്റ് എന്ന് നമ്മൾ അനലൈസ് ചെയ്തു. എങ്കിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ജേണലിലേക്ക് എഴുതാം. അത് വാങ്ങിയിരിക്കുന്നത് 5-ാം തീയതിയാണ്. അപ്പോ ഇയർ മന്തിന് വ്യത്യാസമില്ല, ഡേറ്റ് എഴുതുന്നു 5-ാം തീയതി. ഏതാ ഡെബിറ്റ്? പർച്ചേസസ് ആണ് ഡെബിറ്റ്. അപ്പൊ അത് ഫസ്റ്റ് എഴുതണം. അത് ഡേറ്റ് കോളത്തോട് ചേർത്ത് എഴുതണം. പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ. എത്ര രൂപയ്ക്കാണ് സാധനങ്ങൾ വാങ്ങിയിരിക്കുന്നത്? പർച്ചേസ്ഡ് ഗൂഡ്സ് ഫ്രം കൃഷ്ണ 15,000 ആണ്. 15,000 രൂപയ്ക്കാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പൊ ഡെബിറ്റ് കോളത്തിൽ എഴുതി. ഇനി എന്ത് ചെയ്യണം? ക്രെഡിറ്റ് എഴുതണം. കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം സ്റ്റാർട്ടിംഗ് വിത്ത് 2 ഏതാണ്? കൃഷ്ണ അക്കൗണ്ട് ആണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. കൃഷ്ണ അക്കൗണ്ട്.
അപ്പോൾ എമൗണ്ട് കൊടുത്തത് 15,000. അപ്പോൾ ട്രാൻസാക്ഷൻ പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ 15,000 ടു കൃഷ്ണ അക്കൗണ്ട് 15,000. അപ്പോൾ ഡെബിറ്റ് ക്രെഡിറ്റ് എൻട്രി ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഈ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം, വിച്ച് ഈസ് കോൾഡ് നരേഷൻ. അതിനെയാണ് നമ്മൾ നരേഷൻ എന്ന് പറയുക. അപ്പോൾ ഇതെങ്ങനെ എഴുതി വെക്കാം? പർച്ചേസ്ഡ് ഗൂഡ്സ്, പർച്ചേസ്ഡ് ഗൂഡ്സ് ഓൺ ക്രെഡിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കടത്തിനാണ് വാങ്ങിയത്. പർച്ചേസ്ഡ് ഗൂഡ്സ് ഓൺ ക്രെഡിറ്റ്. ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? പർട്ടിക്കുലേഴ്സ് ടു പർട്ടിക്കുലേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? അടിയിൽ ഒരു വര വരയ്ക്കണം. അപ്പൊ നമ്മൾ 3 ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഈ 3 നമുക്ക് പരിചിതമാണ്. അതിൽ ബാങ്ക് ട്രാൻസാക്ഷൻ മാത്രമാണ് പുതിയതായിട്ട് പഠിച്ചത്. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ ബാങ്ക് അക്കൗണ്ട് വരുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇനി എന്ത് ചെയ്യണം? ഞാൻ എനിക്ക് ജേണൽ ഒന്ന് ക്ലിയർ ചെയ്യണം. ക്ലിയർ ചെയ്തിട്ട് വേണം അടുത്ത ട്രാൻസാക്ഷൻസ് എല്ലാം ഞാനിത് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ജേണൽ ക്ലിയർ ചെയ്തു. നമുക്കിനി അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. അടുത്ത ട്രാൻസാക്ഷൻ ഏതായിരുന്നു? 4ാമത്തെ സോൾഡ് ഗൂഡ്സ് ടു ജോൺ ഓൺ ക്രെഡിറ്റ്. 4ാമത്തെ സോൾഡ് ഗൂഡ്സ് ടു ജോൺ ഓൺ ക്രെഡിറ്റ്. ഡേറ്റ് അല്ല ഞാൻ എഴുതുന്ന, നമ്പർ എഴുതുന്നത്. 4ാമത്തെ ട്രാൻസാക്ഷൻ സോൾഡ് ഗൂഡ്സ് ടു ജോൺ ഓൺ ക്രെഡിറ്റ്. സോൾഡ് വിറ്റു, ഗൂഡ്സ് സാധനങ്ങൾ വിറ്റു എന്ന് പറഞ്ഞാൽ സെയിൽസ്. ഒരു അക്കൗണ്ട് സെയിൽസ് ആയി ഉറപ്പിച്ചു. ടു ജോൺ അവിടെ പേര് പറഞ്ഞു. ഓൺ ക്രെഡിറ്റ് എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയുകയും ചെയ്തു. കടത്തിനാണ് വിറ്റിരിക്കുന്നത്. ആർക്കാണ് വിറ്റിരിക്കുന്നത്? ജോണിന്. അപ്പൊ പിന്നെ അതിൽ വരുന്ന 2 അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്? സോൾഡ് ഗൂഡ്സ് എന്ന് പറഞ്ഞ സെയിൽസ് അക്കൗണ്ട്, അത് കടത്തിനാണ്. അത് ആർക്കാണ്? ജോണിനാണ്. എങ്കിൽ അത് സെയിൽസിന്റെ കണക്കിലും കാണിക്കണം. അത് കടത്തിനായതുകൊണ്ട് ആരുടെ അക്കൗണ്ടും ചേർത്തിരിക്കണം. ജോൺ എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്ന് പണം കിട്ടാനുണ്ട് എന്നുള്ളത് നമ്മുടെ കണക്കിൽ എഴുതിയേ പറ്റുള്ളൂ. അപ്പൊ ഇതിൽ വരുന്ന ഒരു അക്കൗണ്ട് സെയിൽസ്, സോൾഡ് ഗൂഡ്സ് ആയതുകൊണ്ട് ഒരു അക്കൗണ്ട് സെയിൽസ്. സെയിൽസിന്റെ സ്പെല്ലിംഗ് SALES. ചില കുട്ടികൾ അത് എഴുതുമ്പോൾ തെറ്റിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞത്. 2ാമത്തെ അക്കൗണ്ട് കടത്തിനായതുകൊണ്ട് ആരാണ്? ജോൺ ആണ് എന്ന് നമ്മൾ അവിടെ പറഞ്ഞു. ഇനി ഇതിലേത് ഡെബിറ്റ് ഏത് ക്രെഡിറ്റ്? അപ്പോ നേരത്തെ പറഞ്ഞു പർച്ചേസ്, കണ്ണും ചിമ്പി പറയാം, ഡെബിറ്റ് ആണ്. എക്സ്പെൻസ് കൂടുതലായിരിക്കും പർച്ചേസ് എന്ന് പറഞ്ഞത്. അതേപോലെ സെയിൽസ്, നിങ്ങൾക്ക് ഓൾവേസ് ചിന്തിക്കാം, സെയിൽസ് എന്ന് പറഞ്ഞാൽ ഇൻകം. ഇൻകം ഓരോ തവണ വിൽക്കും തോറും ഇൻകം കൂടി. ഇൻകം കൂടിയാൽ ക്രെഡിറ്റ്, കുറഞ്ഞാൽ ഡെബിറ്റ് എന്നാ പഠിച്ചത്. അപ്പൊ സെയിൽസ് ആൾവേസ് എന്തായിരിക്കും? ക്രെഡിറ്റ് ആയിരിക്കും. ഇതൊക്കെ ഇതിന്റെ ഷോർട്ട് കട്ടുകളാണ്. പർച്ചേസ് ആൾവേസ് ഡെബിറ്റ് ആയിരിക്കും, സെയിൽസ് അതേപോലെ ആൾവേസ് എന്തായിരിക്കും? ക്രെഡിറ്റ് ആയിരിക്കും. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചു വെച്ചാൽ മതി. അപ്പോ സെയിൽസ് സാധനങ്ങൾ വിറ്റു, ഇൻകം കൂടിയതുകൊണ്ട് ക്രെഡിറ്റ്. ഇനി വിറ്റത് എങ്ങനെയാണ്? കടത്തിനാണ്. ആർക്കാണ്? ജോണിന്. ജോണിന് കടത്തിന് വിൽക്കുമ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് പണം തരാനുണ്ട് എന്നുള്ള അവസ്ഥ വരും. ആരാണോ ബിസിനസ്സിലേക്ക് പണം തരാനുള്ളത് അവരെ ഡെപ്റ്റർ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഡെപ്റ്റർ പണം കിട്ടുന്നത് വരെ ആ വ്യക്തി നമ്മുടെ അസറ്റ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇയാൾക്ക് കടത്തിന് വിറ്റതോടുകൂടി ഒരു ഡെപ്റ്റർ എന്നുള്ള ഒരു അസറ്റ് ഉണ്ടാകുന്നു. എന്നില്ലെങ്കിൽ അസറ്റ് കൂടുന്നു. അസറ്റ് കൂടിയാൽ ഡെബിറ്റ്, കുറഞ്ഞാൽ ക്രെഡിറ്റ് എന്നാണ്. അപ്പൊ ജോൺ എന്നുള്ള ഒരു അസറ്റ് കൂടുന്നു, അതുകൊണ്ട് ജോൺ അക്കൗണ്ടിൽ എന്താണ്? ഡെബിറ്റ് ചെയ്യണം. എന്താണ് ഡെബിറ്റ്, എന്താണ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു. ഇപ്പൊ സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ സെയിൽസിന്റെ അക്കൗണ്ട് വരച്ചു കഴിഞ്ഞാൽ അതിന്റെ വലതുവശത്ത് എഴുതണം എന്നാണ് അതിന്റെ അർത്ഥമാക്കുന്നത്. വലതുവശത്തെയാണ് ക്രെഡിറ്റ് എന്ന് പറയാം. ഇപ്പൊ ജോണിന്റെ അക്കൗണ്ട് വരച്ചു കഴിഞ്ഞാൽ ഈ ട്രാൻസാക്ഷൻ അതിൽ എവിടെ എഴുതണം? ആ ജോണിന്റെ അക്കൗണ്ടിന്റെ ഇടതുവശത്ത് എഴുതണം. അതാണ് ഡെബിറ്റ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത്ര മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോ 4ാമത്തെ ട്രാൻസാക്ഷനിൽ 2 അക്കൗണ്ട് ഐഡന്റിഫൈ ചെയ്തു. ഒന്ന് സെയിൽസ്, ഒന്ന് ജോൺ. അതിന് ജോൺ ഡെബിറ്റും സെയിൽസ് ക്രെഡിറ്റും ആണെന്ന് ഐഡന്റിഫൈ ചെയ്തു. അത് ഡേറ്റ് സോൾഡ് ഗൂഡ്സ് ടു ജോൺ 7ാം തീയതിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രാൻസാക്ഷന്റെ ഡേറ്റ് മാറ്റുന്നു, 7ാം തീയതി. ജോൺ ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റം ജോൺ, അക്കൗണ്ട് ഡെറ്റർ. എത്ര രൂപയ്ക്കാണ് ജോണിന് സാധനങ്ങൾ വിറ്റിരിക്കുന്നത്? സോൾഡ് ഗൂഡ്സ് ടു ജോൺ ഓൺ ക്രെഡിറ്റ് ₹4,000. 4000 രൂപയ്ക്കാണ് സാധനങ്ങൾ വിറ്റിരിക്കുന്നത്. അപ്പൊ ഡെബിറ്റ് എൻട്രി കഴിഞ്ഞു. ജോൺ അക്കൗണ്ട് ഡെറ്റർ ₹4000.
ഇനി ക്രെഡിറ്റ് ടു എന്താണ് സെയിൽസ് അക്കൗണ്ട്. സെയിൽസ് അക്കൗണ്ട് എത്ര രൂപ? 4000. അത് ക്രെഡിറ്റ് കൊടുക്കും. അപ്പോ അതിന്റെ ഡെബിറ്റും ക്രെഡിറ്റും കഴിഞ്ഞു. ജോൺ അക്കൗണ്ട് ഡെറ്റർ 4000 ടു സെയിൽസ് അക്കൗണ്ട് 4000, അല്ലെങ്കിൽ ജോൺ അക്കൗണ്ട് ഡെറ്റർ 4000 ടു സെയിൽസ് അക്കൗണ്ട് 4000. ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, which is called narration. എന്താണ്? സോൾഡ് ഗൂഡ്സ് ഓൺ ക്രെഡിറ്റ് എന്ന് എഴുതാം. സോൾഡ് ഗൂഡ്സ് ഓൺ ക്രെഡിറ്റ്. ഈ നരേഷൻ ഇപ്പൊ കുട്ടികൾക്ക് ഇനി എന്താ എഴുതുക, എങ്ങനെയാണ് ചുരുക്കുക എന്നൊന്നും അറിയുന്നില്ല എങ്കിൽ, കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ ആ ട്രാൻസാക്ഷൻ എമൗണ്ട് ആണ് ഒഴിവാക്കിയിട്ട്, എമൗണ്ട് നരേഷനിൽ വരണ്ട, എമൗണ്ട് ഒഴിവാക്കിയിട്ട് ആ ട്രാൻസാക്ഷൻ തന്നെ എഴുതി വെച്ചാൽ മതി. ചില കുട്ടികൾക്ക് അതിനെ ചുരുക്കി എഴുതാനോ മറ്റൊരു ഭാഷയിലേക്ക് മാറ്റാനോ ബ്രീഫ് ചെയ്യാനോ കഴിയാത്ത കുട്ടികൾ ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി പറയുകയാണ്, നരേഷൻ എഴുതാൻ ബുദ്ധിമുട്ട് വേണ്ട, നിങ്ങൾ ആ ട്രാൻസാക്ഷൻ അതിന്റെ എമൗണ്ട് ഒഴിവാക്കിയിട്ട് അതിന്റെ അടിയിലോട്ട് എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പർട്ടിക്കുലേഴ്സ് ടു പർട്ടിക്കുലേഴ്സ് ഒരു വര വരയ്ക്കുന്നു. അതോടുകൂടി 4ാമത്തെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി 5ാമത്തെ ട്രാൻസാക്ഷൻ എന്താണെന്ന് നോക്കാം. 5ാമത്തെ ട്രാൻസാക്ഷൻ റിട്ടേൺഡ് ഗൂഡ്സ് ടു കൃഷ്ണ. റിട്ടേൺഡ് ഗൂഡ്സ് ടു കൃഷ്ണ. അപ്പൊ നമ്മൾ ഓരോ ദിവസവും ഓരോ പ്രോബ്ലത്തിലും നമ്മൾ പുതുതായി എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഈ പ്രോബ്ലത്തിൽ ഒന്ന് ഡെപ്പോസിറ്റ് ഇൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത ഒരു പുതിയ ജേണൽ എൻട്രി പഠിച്ചു. ഇനി ഞാൻ പറയുന്നത് അതേപോലെ പുതിയൊരു ജേണൽ എൻട്രിയാണ്. റിട്ടേൺഡ് ഗൂഡ്സ് ടു കൃഷ്ണ. റിട്ടേൺഡ് ഗൂഡ്സ് ടു കൃഷ്ണ എന്ന് പറഞ്ഞാൽ കൃഷ്ണന് സാധനങ്ങൾ തിരിച്ചു കൊടുത്തു. കൃഷ്ണന് സാധനങ്ങൾ തിരിച്ചു കൊടുത്തു എങ്കിൽ നിങ്ങൾ മുകളിലേക്ക് നോക്കണം. അങ്ങനെ സാധനങ്ങൾ തിരിച്ചു കൊടുക്കണമെങ്കിൽ നമ്മൾ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കണം. ഒന്ന് നോക്കി നോക്കൂ, കാണാം 5-ാം തീയതി പർച്ചേസ്ഡ് ഗൂഡ്സ് ഫ്രം കൃഷ്ണ. കൃഷ്ണന്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. എത്ര രൂപയ്ക്ക്? 15,000 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളൊരു കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കൊടുത്ത് വീട്ടിൽ വെച്ചിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഡാമേജ് കണ്ടാൽ നമ്മൾ എന്താ ചെയ്യുക? അത് തിരിച്ചു കൊണ്ടു കൊടുക്കുക ചെയ്യുക. എന്ന പോലെ ബിസിനസ്സിൽ 15,000 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി അതിൽ 350 രൂപയുടെ സാധനങ്ങൾ ആർക്കെങ്കിലും തിരിച്ചു കൊടുക്കുകയാണ്, കൃഷ്ണനെ തന്നെ തിരിച്ചു കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ ഡ്യൂ ടു ഡാമേജോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. ക്വാളിറ്റി കുറവുള്ളത് കൊണ്ടോ ഡാമേജോ ലീക്കേജോ അങ്ങനെ എന്തെങ്കിലും റീസൺ കൊണ്ട് അതിലെ 350 രൂപയുടെ സാധനങ്ങൾ തിരിച്ചു കൊടുക്കുന്നു. അപ്പോ ഇതിനെ പറയുന്ന പേരാണ് പർച്ചേസസ് റിട്ടേൺ. വാങ്ങിയത് തിരിച്ചു കൊടുക്കുകയാണ്. വാങ്ങിയത് തിരിച്ചു കൊടുത്താൽ അതിന് പറയുന്ന പേരെന്താണെന്ന് പറഞ്ഞത്? യെസ്, പർച്ചേസസ് റിട്ടേൺസ്. ഇന്ന് പഠിക്കുന്ന പുതിയൊരു ടേം ആണ് ഏത്? പർച്ചേസസ് റിട്ടേൺ. പർച്ചേസസ് റിട്ടേൺസ്. അപ്പൊ സാധനങ്ങൾ തിരിച്ചു കൊടുത്താൽ അത് കണക്കിൽ കാണിക്കേണ്ടത് ഒരേ അക്കൗണ്ട് ഏതാണ്? പർച്ചേസ് റിട്ടേൺ ആണെന്ന് ഇപ്പൊ തന്നെ പിടികിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പൊ സാധനങ്ങൾ തിരിച്ചു കൊടുത്താൽ ഒരേ അക്കൗണ്ട് പർച്ചേസസ് റിട്ടേൺ. പർച്ചേസസ് റിട്ടേൺ ഒരേ അക്കൗണ്ട്. ഇനി ഇതാർക്കാണ് തിരിച്ചു കൊടുത്തത്? കൃഷ്ണനാണ് തിരിച്ചു കൊടുത്തത്. എങ്കിൽ ഇതുവരെ ആയിട്ട് നമ്മൾ 15,000 കൊടുക്കാനുണ്ടായിരുന്നു. 350 രൂപയുടെ സാധനങ്ങൾ തിരിച്ചു കൊടുത്താൽ അത് അയാളുടെ അക്കൗണ്ടിൽ നിന്ന് കുറയ്ക്കേണ്ടി വരും. അതുകൊണ്ട് ആ കണക്ക് ആരുടെ അക്കൗണ്ടിൽ തന്നെ ചേർക്കേണ്ടതാണ്? യെസ്, പറയുന്ന കൃഷ്ണ എന്ന് പറയുന്ന ആളുടെ അക്കൗണ്ടിലാണ് അത് 2ാമത് വരവ് വെക്കേണ്ടത്. അപ്പോ കൃഷ്ണ. ഇനി ഈ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോ ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടിക്ക് ഇപ്പൊ തന്നെ ചിന്തിക്കാം, പർച്ചേസ് ചെയ്തപ്പോൾ കൃഷ്ണയുടെ അക്കൗണ്ട് എന്തായിരുന്നു എന്ന് നോക്കിയാൽ മതി. മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്തപ്പോൾ കൃഷ്ണയുടെ അക്കൗണ്ട് ക്രെഡിറ്റ് ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു കൃഷ്ണ എന്നായിരിക്കും നമ്മൾ എഴുതാൻ. എന്ന് വെച്ചാൽ കൃഷ്ണ എന്ന് പറയുന്ന ഒരു ലയബിലിറ്റിയാണ്. ലയബിലിറ്റി കൂടിയത് കൊണ്ടാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്തത്. അയാൾക്ക് 15,000 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. ആ കൊടുക്കാനുള്ളതിന് 350 രൂപ തിരിച്ചു കൊടുത്തു പറഞ്ഞാൽ ഇനി 350 രൂപ 15,000 മുഴുവൻ തിരിച്ചു കൊടുക്കണോ? 350 രൂപ കുറച്ച് ബാക്കിയുള്ളതല്ലേ തിരിച്ചു കൊടുക്കേണ്ടി വരുള്ളൂ. എങ്കിൽ അയാളുടെ അക്കൗണ്ടിൽ ആ 350 രൂപ കുറയല്ലേ വേണ്ടത്. ഇപ്പോ വന്നപ്പോ അത് ക്രെഡിറ്റ് ആണെങ്കിൽ അയാളുടെ അക്കൗണ്ടിൽ നിന്ന് അത് കുറയണമെങ്കിൽ അപ്പൊ എന്ത് ചെയ്യേണ്ടി വരുമെന്ന് ആലോചിച്ചു. യെസ്, അയാളുടെ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഡെബിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ കൃഷ്ണന്റെ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. റീസൺ എന്താണെന്ന് പറഞ്ഞത്? ഈ സാധനങ്ങൾ തിരിച്ചു കൊടുത്തതോടുകൂടി കൃഷ്ണ എന്നുള്ള ലയബിലിറ്റി കുറയാണ് ചെയ്തത്. ആ 15,000 കൊടുക്കേണ്ട ആ വ്യക്തിക്ക് 350 രൂപയുടെ സാധനം തിരിച്ചു കൊടുത്തോടുകൂടി അത്രയും രൂപ അയാൾക്ക് കൊടുക്കണ്ട. അപ്പൊ അയാളുടെ അത്രയും ബാധ്യത കുറഞ്ഞു. ബാധ്യത കുറഞ്ഞാൽ കൂടിയാൽ ക്രെഡിറ്റും കുറഞ്ഞാൽ ഡെബിറ്റും ആണ്. എങ്കിൽ ഇത് കൃഷ്ണന്റെ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എന്താ ചെയ്യണ്ടേ? ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് പർച്ചേസ് റിട്ടേൺ എന്തായിരിക്കും വരിക? ക്രെഡിറ്റ് ആയിരിക്കും. പക്ഷെ എന്താണ് റീസൺ എന്ന് നോക്കാം. പർച്ചേസ് റിട്ടേൺ വാങ്ങിയത് തിരിച്ചു കൊടുത്തു.
വാങ്ങിയത് പർച്ചേസ് ആണ്. പർച്ചേസ് ചെയ്യുന്നതോറും എക്സ്പെൻസ് കൂടുകയാണ് ചെയ്യുക. ആ വാങ്ങിയ സാധനം തിരിച്ചു കൊടുത്തു പറഞ്ഞാൽ എക്സ്പെൻസ് കുറഞ്ഞു എന്നല്ലേ? എക്സ്പെൻസിന്റെ റൂൾ എന്തായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? എക്സ്പെൻസ് കൂടിയാൽ ഡെബിറ്റ്, കുറഞ്ഞാൽ ക്രെഡിറ്റ്. ഇവിടെ പർച്ചേസ് റിട്ടേൺ ചെയ്തതോടുകൂടി പർച്ചേസിനുള്ള എക്സ്പെൻസ് കുറഞ്ഞു. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് പർച്ചേസ് റിട്ടേൺ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ചില കുട്ടികൾക്ക് തോന്നാം പർച്ചേസ് റിട്ടേൺ ചെയ്താൽ പർച്ചേസ് അല്ലേ കുറയുക, അപ്പൊ പർച്ചേസ് അല്ലേ അവിടെ വരണ്ടേന്ന് തോന്നാം. പക്ഷെ നമ്മള് ഒരു ബിസിനസിന്റെ കണക്ക് എഴുതുമ്പോൾ വാങ്ങിയത് എത്ര, വാങ്ങിയത് തിരിച്ചു കൊടുത്തത് എത്ര എന്ന് വെവ്വേറെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ വാങ്ങുമ്പോൾ പർച്ചേസ് അക്കൗണ്ടിലും തിരിച്ചു കൊടുക്കുമ്പോൾ പർച്ചേസ് റിട്ടേൺ എന്നുള്ള സെപ്പറേറ്റ് അക്കൗണ്ടിലേക്ക് നമ്മൾ അത് എഴുതും. പിന്നെ അവസാനം വർഷാവസാനം ഈ പർച്ചേസ് റിട്ടേൺ ഏത് അക്കൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യും? പർച്ചേസിലേക്ക് തന്നെ കൊടുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പർച്ചേസിന് കുറയ്ക്കും. പക്ഷെ അതുവരെ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊരു സെപ്പറേറ്റ് അക്കൗണ്ട് പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ട് തന്നെ കാണിക്കണം. കാര്യം മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വാങ്ങിയ സാധനങ്ങൾ തിരിച്ചു കൊടുത്താൽ പർച്ചേസ് തന്നെയാണ് കുറയുക. പക്ഷെ തൽക്കാലം നമ്മളത് ആ പർച്ചേസിൽ നിന്ന് കുറയ്ക്കാതെ സെപ്പറേറ്റ് പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു വെക്കും. വർഷാവസാനം സമ്മറി ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഈ പർച്ചേസിൽ നിന്ന് ഈ പർച്ചേസ് റിട്ടേൺ കുറച്ചിട്ട് അവിടെയാണ് കാണിക്കാറുള്ളത്. ആ സമയം വരെ അത് സെപ്പറേറ്റ് അക്കൗണ്ടിലാണ് കാണിക്കുക. പക്ഷെ അത് എന്തായിട്ട് കണക്കാക്കി തന്നെ നമ്മൾ അക്കൗണ്ടിൽ എഴുതി വെക്കുക? എക്സ്പെൻസ് കുറഞ്ഞു എന്ന് കണക്കാക്കി തന്നെയാണ് നമ്മൾ അക്കൗണ്ട് ചെയ്ത് വെക്കുക. പർച്ചേസ് എന്നുള്ള എക്സ്പെൻസ് കുറഞ്ഞു, അതുകൊണ്ടാണ് പർച്ചേസ് റിട്ടേൺ അക്കൗണ്ടിൽ എന്ത് വരുന്നത്? ക്രെഡിറ്റ് വരുന്നത്. ഓക്കെ, കാര്യം പിടിക്കല്ലോ. അല്ലാതെ ഈ വാങ്ങിയത് തിരിച്ചു കൊടുത്താൽ പർച്ചേസ് അല്ലേ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ തന്നത്. പർച്ചേസ് തന്നെയാണ് കുറയുക, പക്ഷേ അത് നമുക്ക് ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസ് എന്നുള്ള ഒരു അക്കൗണ്ടിലും പർച്ചേസ് റിട്ടേൺ എന്നുള്ളത് വേറൊരു അക്കൗണ്ടിലും തൽക്കാലം കാണിക്കും. പിന്നെ ആ വർഷാവസാനമാണ് അത് ഈ പർച്ചേസ് റിട്ടേൺ എടുത്ത് പർച്ചേസിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ അത് അഡ്ജസ്റ്റ് ചെയ്ത് ക്ലോസ് ചെയ്യാറാണ് പതിവ്. ഓക്കെ ആണല്ലോ അല്ലേ? അപ്പൊ അതുവരെ നമ്മൾ അത് ഏത് കണക്കിൽ തന്നെ ഏത് അക്കൗണ്ടിൽ തന്നെ കാണിക്കണം? തിരിച്ചു കൊടുത്ത് പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിൽ കാണിക്കണം. തൽക്കാലം നിങ്ങൾക്ക് ഒരു എളുപ്പവഴി പറഞ്ഞുതരാം. പർച്ചേസ് എല്ലായ്പ്പോഴും ഡെബിറ്റ് ആയിരിക്കും, തർക്കമില്ല. പർച്ചേസ് ഡെബിറ്റ് ആണെങ്കിൽ പർച്ചേസ് റിട്ടേൺ എന്തായിരിക്കും വരിക? ക്രെഡിറ്റ് ആയിരിക്കും. കാരണം വാങ്ങുന്തോറും പർച്ചേസ് എന്ന് പറയുന്നത് എക്സ്പെൻസ് കൂടുതലാണ്. എക്സ്പെൻസ് കൂടുന്തോറും ഡെബിറ്റ് ആണ്. വാങ്ങിയ സാധനം തിരിച്ചു കൊടുക്കുന്ന പർച്ചേസ് റിട്ടേൺ എക്സ്പെൻസിനെ കുറയ്ക്കുന്നതാണ്. അപ്പോൾ പർച്ചേസ് റിട്ടേൺ എന്താണ്? ക്രെഡിറ്റ് ആണ്. ശരി, ഞാൻ പറഞ്ഞു നിർത്തുന്നു. നമുക്ക് ഇതാണ് എഴുതാൻ നോക്കാം. പർച്ചേസ് റിട്ടേണിന്റെ ഡേറ്റ് റിട്ടേൺ ഗുഡ്സ് ടു കൃഷ്ണ 10-ാം തീയതിയാണ്. അപ്പൊ ഞാൻ ഈ ട്രാൻസാക്ഷൻ ഡേറ്റ് ചേഞ്ച് ചെയ്യുന്നു, 10-ാം തീയതി. ഡെബിറ്റ് ചെയ്യേണ്ടത് കൃഷ്ണ അക്കൗണ്ട് ചേർത്ത് എഴുതുന്നു. കൃഷ്ണ അക്കൗണ്ട് ഡെറ്റർ. എത്ര രൂപയുടെ സാധനങ്ങളാണ് കൃഷ്ണന് തിരിച്ചു കൊടുത്തിരിക്കുന്നത്? 350 രൂപയുടെ സാധനങ്ങളാണ്. ഡെബിറ്റിന് 350. ഇനി ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ഏതാണ്? യെസ്, പർച്ചേസസ് റിട്ടേൺ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് സ്പേസ് ചെയ്ത് സ്റ്റാർട്ടിംഗ് വിത്ത് ടു പർച്ചേസസ് റിട്ടേൺ അക്കൗണ്ട്. എത്ര രൂപ? 350. അപ്പൊ ട്രാൻസാക്ഷൻ നോക്കൂ. കൃഷ്ണ അക്കൗണ്ട് ഡെറ്റർ 350 ടു പർച്ചേസസ് റിട്ടേൺ 350. ഡെബിറ്റ് ക്രെഡിറ്റ് എൻട്രി ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അതിനെ കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ, ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ എഴുതണം. ദാറ്റ് ഈസ് കോൾഡ് നരേഷൻ. നമുക്ക് എഴുതാം എന്ത്? റിട്ടേൺഡ് ഗൂഡ്സ് ടു കൃഷ്ണ എന്ന് എഴുതാം. റിട്ടേൺഡ് ഗൂഡ്സ് ടു കൃഷ്ണ. റിട്ടേൺഡ് ഗൂഡ്സ് ടു കൃഷ്ണ. അപ്പൊ നരേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ട്രാൻസാക്ഷൻ ക്ലോസ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യുന്നു? പർച്ചേസ് ടു പർച്ചേസ് അടിയിൽ വരയ്ക്കുന്നു. അതോടുകൂടി ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിൽ നമുക്ക് അടുത്ത ട്രാൻസാക്ഷനിലേക്ക് പോകാം. എന്താണ് അടുത്തത്? റിട്ടേൺ ടു ഗുഡ്സ് ടു കൃഷ്ണ കഴിഞ്ഞാൽ നമ്മൾ അതിൽ പർച്ചേസ് ഗുഡ്സ് ഫ്രം കൃഷ്ണ, സോൾഡ് ഗുഡ്സ് ടു ജോൺ ഓൺ ക്രെഡിറ്റ് എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൽ ജോൺ റിട്ടേൺഡ് അസ് ഗുഡ്സ് എഴുതിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഇല്ല എങ്കിൽ ഞാൻ ഒന്നുകൂടി പറയുന്നു. നമുക്ക് അതിൽ സെയിൽസ് റിട്ടേണിന്റെ ട്രാൻസാക്ഷൻ എഴുതിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്യുക. അല്ല എങ്കിൽ ഒരു ട്രാൻസാക്ഷൻ അതിലേക്ക് ആഡ് ചെയ്ത് വെക്കുക. ആ ട്രാൻസാക്ഷൻ എങ്ങനെയാണ്? ജോൺ റിട്ടേൺഡ് അസ് ഗൂഡ്സ് വർത്ത് റുപ്പീസ്. John returned us goods worth rupees 150. ഇത് എഴുതിയിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഓർമ്മ. ഞാനത് ടിക്ക് ചെയ്യാൻ വിട്ടുപോയതാണ്.
എഴുതിയിട്ടുണ്ട്, ശരിയാണ്, ഓർമ്മയുണ്ട്. ഇനി അടുത്ത ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ട്രാൻസാക്ഷൻ എന്ന് വായിച്ചു നോക്കൂ. ജോൺ റിട്ടേൺഡ് അസ് ഗൂഡ്സ് വർത്ത് ₹150. ജോൺ എന്ന് പറയുന്ന ആള് നമുക്ക് സാധനങ്ങൾ തിരിച്ചു തന്നു. അപ്പൊ ജോൺ സാധനങ്ങൾ തിരിച്ചു തന്നു എന്ന് പറയണമെങ്കിൽ മുകളിലേക്ക് നോക്കുക. ജോണിന് നമ്മൾ സാധനങ്ങൾ വിറ്റിട്ടുണ്ടോ എന്ന് നോക്കൂ. യെസ്, 7-ാം തീയതിയിലെ ട്രാൻസാക്ഷൻ നോക്കൂ. സോൾഡ് ഗൂഡ്സ് ടു ജോൺ ഓൺ ക്രെഡിറ്റ്. നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട് സോൾഡ് ഗൂഡ്സ് ടു ജോൺ ഓൺ ക്രെഡിറ്റ്. ജോണിന് സാധനങ്ങൾ കടത്തിന് വിറ്റിട്ടുണ്ട്. ആ വിറ്റ സാധനങ്ങളിൽ 150 രൂപയുടെ സാധനങ്ങളാണ് എന്ത് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്? തിരിച്ചു തരാണ് ചെയ്തിരിക്കുന്നത്. എങ്കിൽ ഇതിൽ ഇൻവോൾവ് ചെയ്ത 2 അക്കൗണ്ട് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാം. ജോൺ ആ സാധനങ്ങൾ തിരിച്ചു തന്നാൽ എത്ര രൂപയ്ക്കാണ് വിറ്റത്? 4000 രൂപയ്ക്കാണോ സാധനങ്ങൾ വിറ്റിട്ടുണ്ടായിരുന്നു. അതിൽ 150 രൂപയുടെ സാധനങ്ങൾ വിറ്റ് തിരിച്ചു തന്നു എന്ന് പറഞ്ഞാൽ അയാള് ആദ്യം വിറ്റ സമയത്ത് 4000 തരേണ്ടിയിരുന്ന ആളാണ്. അതിലേക്ക് 150 രൂപയുടെ സാധനങ്ങൾ അയാൾ കടലിൽ കൊണ്ട് തന്നു എന്ന് പറഞ്ഞാൽ ഇനി 4000 തരേണ്ട ആവശ്യമുണ്ടോ? 150 രൂപ കുറച്ചിട്ടല്ലേ അയാളുടെ കയ്യിൽ നിന്ന് കിട്ടുള്ളൂ. എങ്കിൽ ഈ കണക്ക് അയാളുടെ ജോണിന്റെ അക്കൗണ്ടിൽ ചേർക്കേണ്ടതല്ലേ? എങ്കിൽ ഈ ട്രാൻസാക്ഷനിൽ ഒരു അക്കൗണ്ട് ആരായിരിക്കും? ജോൺ ആയിരിക്കും. ശരിയല്ലേ? ജോൺ റിട്ടേൺഡ് as goods worth ₹150. എങ്കിൽ അതിലൊരു അക്കൗണ്ട് എന്താണ്? ജോൺ ആണ്. ഇനി വിറ്റ സാധനമല്ലേ തിരിച്ചു കിട്ടിയിരിക്കുന്നത്? വാങ്ങിയ സാധനം തിരിച്ചു കൊടുത്തപ്പോൾ നമ്മൾ പുതിയൊരു അക്കൗണ്ട് പരിചയപ്പെട്ടു, പർച്ചേസസ് റിട്ടേൺ. എങ്കിൽ വിറ്റ സാധനം തിരിച്ചു കിട്ടിയാൽ അതിനപ്പം നമ്മൾ എന്ത് പേര് പറയേണ്ടി വരും? യെസ്, പുതിയൊരു പേര് നമ്മൾ പഠിക്കുന്നു, സെയിൽസ് റിട്ടേൺ. വാങ്ങിയ സാധനം വിറ്റ സാധനം നമ്മൾക്ക് തിരിച്ചിങ്ങോട്ട് ആരെങ്കിലും കൊണ്ടുതന്നാൽ അതിന് നമ്മൾ സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ആ അക്കൗണ്ടിന്റെ പേരാണ് ഇത് സെയിൽസ് റിട്ടേൺ. വാങ്ങിയ സാധനം തിരിച്ചു കൊടുത്താൽ പർച്ചേസ് റിട്ടേൺ, വിറ്റ സാധനം തിരിച്ചു കിട്ടിയാൽ സെയിൽസ് റിട്ടേൺ. പർച്ചേസ് ഡെബിറ്റ് ആണെങ്കിൽ പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റ് ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചു. സെയിൽസ് എല്ലായ്പ്പോഴും എന്തായിരിക്കും എന്ന് ഞാൻ പഠിപ്പിച്ചത്? സെയിൽസ് ക്രെഡിറ്റ് ആയിരിക്കും. കാരണം ഇൻകാണ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ ഇൻകം കൂടിക്കൊണ്ടേയിരിക്കുകയാണെന്നാണ് അർത്ഥം. ഇൻകം കൂടിയാൽ ക്രെഡിറ്റ് ആണ്. ആ ഇൻകം വിറ്റ സാധനം തിരിച്ചു കിട്ടാറുള്ള ഇൻകം കുറഞ്ഞു എന്നല്ലേ അർത്ഥം? അപ്പൊ ഇൻകം കുറഞ്ഞാൽ എന്താണെന്നാ പഠിച്ചത്? ഡെബിറ്റ് ആണെന്നാണ് അർത്ഥം. അപ്പൊ അതുകൊണ്ട് സെയിൽസ് ക്രെഡിറ്റ് ആണെങ്കിൽ സെയിൽസ് റിട്ടേൺ എന്തായിരിക്കും? ഡെബിറ്റ് ആയിരിക്കും. തർക്കമില്ലാത്ത കാര്യമാണ്. ശരിയല്ലേ? അപ്പൊ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെബിറ്റ് ആയിരിക്കും, പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റ് ആയിരിക്കും. സെയിൽസ് ക്രെഡിറ്റ് ആയിരിക്കും, പർച്ചേസ് ഡെബിറ്റ് ആയിരിക്കും. അതൊന്ന് ഓർമ്മിച്ചാൽ മതി. പർച്ചേസ് ഡെബിറ്റ് ആണെങ്കിൽ പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റ്, സെയിൽസ് ക്രെഡിറ്റ് ആണെങ്കിൽ സെയിൽസ് റിട്ടേൺ ഡെബിറ്റ്. റീസൺ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് ഒന്നുകൂടി കേട്ടാൽ നിങ്ങൾക്ക് അത് വ്യക്തമാകും. ഇനി ജോൺ എന്ന് പറയുന്ന ആരാണെന്ന് നോക്കാം. സാധനങ്ങൾ കടത്തിന് വിറ്റു. അയാൾ പണം തരാനുള്ള വ്യക്തിയാണ്, ഡെപ്റ്റർ ആണ്, അസറ്റ് ആണ്. അസറ്റ് കൂടിയതുകൊണ്ട് നമ്മൾ വിറ്റ സമയത്ത് ജോണിന്റെ അക്കൗണ്ട് ഡെബിറ്റ് വെച്ചിട്ടുണ്ടായിരിക്കും. അയാൾ ആ സാധനം തിരിച്ചു തന്നു പറഞ്ഞാൽ അത്രയും തുക അയാളുടെ അക്കൗണ്ടിൽ നിന്ന് കുറയ്ക്കട്ടെ. എന്ന് വെച്ചാൽ അത്രയും രൂപയുടെ അസറ്റ് കുറഞ്ഞില്ലേ? അസറ്റ് കുറഞ്ഞാൽ നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? അസറ്റ് കുറഞ്ഞാൽ അപ്പൊ എന്താണ് പറഞ്ഞത്? സെയിൽസ് റിട്ടേൺ എല്ലായ്പ്പോഴും ഡെബിറ്റ് ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ജോൺ നമ്മുടെ അസറ്റ് ആയിരുന്നു. അയാൾക്ക് വിറ്റ സമയത്ത് നമ്മൾ അയാളുടെ അക്കൗണ്ട് ഡെബിറ്റ് ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അയാൾ ആ സാധനം തിരിച്ചു തന്നാൽ ആ അസറ്റ് അത്രയും കുറഞ്ഞു എന്നാണ് അർത്ഥം. അസറ്റ് കുറഞ്ഞാൽ ക്രെഡിറ്റ്. ഓക്കെ അല്ലേ? അപ്പൊ സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് ആണ്, ജോൺ അക്കൗണ്ട് ക്രെഡിറ്റ് ആണ്. അപ്പൊ നമുക്ക് 2 അക്കൗണ്ട് കിട്ടി. ഏത് ഡെബിറ്റ് ഏത് ക്രെഡിറ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. എങ്കിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇത് ജേണലിലേക്ക് എഴുതല്ലേ? ശരി, ഓക്കെ. ഡേറ്റ് എന്താണെന്ന് നോക്കാം. എന്താണ് സെയിൽസ് റിട്ടേൺ കിട്ടിയത്? സെയിൽസ് റിട്ടേൺ കിട്ടിയത് റിട്ടേൺഡ് ഗൂഡ്സ് എന്ന് പറയുന്നത് 10-ാം തീയതിയാണ്. റിട്ടേൺഡ് അല്ല, ജോൺ റിട്ടേൺഡ് 15-ാം തീയതിയാണ്. അപ്പൊ 15-ാം തീയതി ഡെബിറ്റ് ഐറ്റം സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെപ്റ്റർ, സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു ജോൺ അക്കൗണ്ട്. എത്ര രൂപ? 150 രൂപ. സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെപ്റ്റർ 150, ടു ജോൺ 150. അപ്പൊ ജനറൽ എൻട്രി സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെപ്റ്റർ 150, ടു ജോൺ അക്കൗണ്ട് 150. ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരു നരേഷൻ എഴുതാം. ബീയിങ് റിട്ടേൺഡ് ഗൂഡ്സ് ബൈ ജോൺ, അങ്ങനെ എഴുതാം. റിട്ടേൺഡ് ഗൂഡ്സ് ബൈ
ജോൺ ജോൺ സാധനങ്ങൾ റിട്ടേൺ ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി നമ്മൾ എന്ത് ചെയ്യുന്നു? അടിയിൽ വരയ്ക്കുന്നു. ഇപ്പൊ ഇന്ന് നമ്മൾ പുതുതായി പഠിച്ച രണ്ടെണ്ണം, പർച്ചേസ് റിട്ടേണും സെയിൽസ് റിട്ടേൺ. ഇത്രയും ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇത് ക്ലിയർ ചെയ്യാം. എന്നാലേ എനിക്ക് അടുത്തത് എഴുതാൻ കഴിയുള്ളൂ. അപ്പൊ ഞാൻ ഇത് ക്ലിയർ ചെയ്യാൻ പോവാണ്. നമുക്ക് മാറ്റാം. ഓക്കെ, അപ്പൊ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ട്രാൻസാക്ഷൻ എന്താണ് പറയുന്നത് നോക്കാം. അടുത്ത ട്രാൻസാക്ഷൻ പറയുന്നു, അഡ്വാൻസ്ഡ് കുമാർ rupees 15,000 as loan. Advanced Kumar rupees 15,000 as loan. Advanced Kumar means advanced to Kumar. കുമാറിന് നമ്മൾ എന്ത് ചെയ്തു? പണം അഡ്വാൻസ് ചെയ്തു. 15,000 രൂപ ആസ് ലോൺ. കുമാറിന് നമ്മൾ 15,000 രൂപ ലോൺ കൊടുത്തു. നമ്മൾ വ്യക്തികൾക്ക് കടം കൊടുക്കാറല്ലേ? അപ്പൊ കുമാർ എന്ന് പറയുന്ന വ്യക്തിക്ക് അയാൾ എന്തോ ഒരു ആവശ്യത്തിന് ചോദിച്ചപ്പോൾ ബിസിനസ്സിൽ നിന്ന് 15,000 രൂപ ഒരു ലോൺ ആയിട്ട് കൊടുക്കുക. അപ്പോ ഒന്ന് ആലോചിച്ചു, ലോൺ ആയിട്ട് കൊടുക്കുന്നു, എന്തായിരിക്കും കൊടുക്കേണ്ടവ? ക്യാഷ് അല്ലേ? എങ്കിൽ ആ ട്രാൻസാക്ഷനിൽ ഒരു അക്കൗണ്ട് എന്തായിരിക്കും? സംശയിക്കേണ്ട ക്യാഷ് ആണ്. എന്ന് മാത്രമല്ല, ക്യാഷ് വരികയാണോ പോവുകയാണോ ചെയ്തത്? പോവല്ലേ ചെയ്ത്? ക്യാഷ് കുറയല്ലേ ചെയ്ത്? ക്യാഷ് എന്നുള്ള അസറ്റ് കുറഞ്ഞു പറഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് തീരുമാനിക്കാം ക്യാഷ് അക്കൗണ്ട് എന്തായിരിക്കും വരിക? ക്രെഡിറ്റ് ആയിരിക്കും വരിക. കാരണം ക്യാഷ് കൂടിയാൽ ഡെബിറ്റ്, ക്യാഷ് കുറഞ്ഞാൽ ക്രെഡിറ്റ് ആണ്. കുമാറിന് 15,000 രൂപ എടുത്തോടുകൂടി ബിസിനസ്സിൽ ക്യാഷ് കുറഞ്ഞു, ക്യാഷ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ഇനി ഏത് അക്കൗണ്ട് ആണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? എന്താണ് ചെയ്തിരിക്കുന്നത്? കുമാറിന് നമ്മൾ ലോൺ കൊടുക്കുകയാണ് ചെയ്തത് അല്ലെ? അപ്പോ അത് തന്നെയാണ് അടുത്ത അക്കൗണ്ട്. എന്താണ്? കുമാർ എന്ന് മാത്രം കാണിച്ചാൽ പോരാ, കുമാർസ് ലോൺ അക്കൗണ്ട് എന്ന് വേണമെങ്കിൽ കുമാർസ് ലോൺ അക്കൗണ്ട്. ഇത് ലോണാണ് കൊടുത്തിരിക്കുന്നത് കുമാറിന്. അപ്പൊ കുമാർ എന്നുള്ള പേരല്ല, കുമാർസ് ലോൺ, ലോണാണത്. ഈ ലോൺ എന്താണ്? സത്യത്തിൽ ലോൺ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ബാധ്യത എന്ന് തോന്നാം. പക്ഷെ ഇത് നമ്മൾ ലോൺ അങ്ങോട്ട് കൊടുക്കുക ചെയ്തത്. എന്ന് വെച്ചാൽ ആ പണം തിരിച്ച് ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരാൾക്ക് അഡ്വാൻസ് ചെയ്താൽ അയാൾ നമുക്ക് പണം ഇങ്ങോട്ട് തരാനാണെങ്കിൽ അത് നമ്മുടെ അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ കുമാറിന് പൈസ കൊടുത്തോടുകൂടി അയാൾ അവിടെ ഒരു പുതിയ ഡെപ്റ്റർ ഉണ്ടാകുന്നു. അയാൾ ആ പൈസ തിരിച്ചു തരാനുണ്ട്. തിരിച്ചു തരുന്നവരെ അതൊരു അസറ്റ് ആണ്. അപ്പൊ ഈ അസറ്റ് കൂടി അതെന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എന്നുവെച്ചാൽ ക്യാഷ് എന്ന അസറ്റ് കുറഞ്ഞു, ഒരു ലോൺ അക്കൗണ്ട് എന്നുള്ള ഒരു അസറ്റ് വന്നു. അപ്പൊ വന്ന അസറ്റ് ഡെബിറ്റ്, പോയ അസറ്റ് ക്രെഡിറ്റ്. ഓക്കെ ആണല്ലോ? അത് അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അഡ്വാൻസ് കുമാർ rupees 15,000 ആസ് ലോൺ എന്നൊക്കെ പറയുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് കുട്ടിക്കുണ്ടായിരുന്നു. അഡ്വാൻസ്ഡ് ടു കുമാർ, കുമാറിന് ലോൺ കൊടുത്തു 15,000 രൂപ എന്നാണ് നിങ്ങളത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ എത്രാം തീയതി ആയിരുന്നു അഡ്വാൻസ്ഡ് ടു കുമാർ? 25-ാം തീയതി. ഡെബിറ്റ് ഏതായിരുന്നു? കുമാർസ് ലോൺ അക്കൗണ്ട്. അപ്പൊ നമുക്ക് ഇത് എഴുതാം, കുമാർസ് ലോൺ അക്കൗണ്ട്. ലോൺ അക്കൗണ്ട് ഡെറ്റർ 15,000. കുമാർസ് ലോൺ അക്കൗണ്ട് ഡെറ്റർ ക്രെഡിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. എത്ര? 15,000. കുമാർസ് ലോൺ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഓക്കെ ആണല്ലോ അല്ലേ? അപ്പോ അത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നരേഷൻ എഴുതാം. ബീയിങ് advanced to Kumar as loan. Advanced to Kumar as loan. ലോൺ ആയിട്ട് കുമാറിന് അഡ്വാൻസ് കൊടുത്തു. ഓക്കെ അല്ലേ? അത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ താഴെ നമ്മൾ വീണ്ടും വരയ്ക്കുന്നു. അതോടുകൂടി ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത ട്രാൻസാക്ഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? അഡ്വാൻസ് ടു കുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് പറയുന്നത് പെയ്ഡ് ഫോർ റിപ്പയേഴ്സ് ഓഫ് മെഷീൻ. പെയ്ഡ് ഫോർ റിപ്പയേഴ്സ് ഓഫ് മെഷീൻ. നമ്മുടെ സ്ഥാപനത്തിലെ ഒരു മെഷീൻ റിപ്പയർ ചെയ്യേണ്ടി വന്നു. ആ
ആ റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 750 രൂപ കൊടുത്തു. പെയ്ഡ് എന്തായിരിക്കും കൊടുക്കുക? ക്യാഷ്. നോ ഡൗട്ട് ഒരു അക്കൗണ്ട് എന്താണ്? പെയ്ഡ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ആണ്. ക്യാഷ് കൊടുത്തു പറഞ്ഞാൽ ക്യാഷ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ്. ഇങ്ങനെ ചിന്തിക്കണം പെട്ടെന്ന്. ക്യാഷ് കൊടുത്തു, ക്യാഷ് കുറഞ്ഞു, അസറ്റ് കുറഞ്ഞു, ക്രെഡിറ്റ്. ഇനി എന്തിനാണ് കൊടുത്തത്? റിപ്പയേഴ്സ് ഓഫ് മെഷീൻ ആണ്. അതൊരു ചെലവല്ലേ? റിപ്പയർ എന്ന് പറഞ്ഞാൽ ചെലവല്ലേ? എങ്കിൽ അടുത്ത അക്കൗണ്ട് എന്താ? റിപ്പയേഴ്സ് അക്കൗണ്ട്. റിപ്പയേഴ്സ് അക്കൗണ്ട് ആണ് അടുത്ത അക്കൗണ്ട്. റിപ്പയേഴ്സ് എന്നുള്ള അക്കൗണ്ട്. ഞാൻ അക്കൗണ്ട് അവിടെ എഴുതുന്നുള്ളൂ. റിപ്പയേഴ്സ് എന്നാണ് ആ അക്കൗണ്ടിന്റെ പേര്. അപ്പൊ റിപ്പയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെലവാണ്. ചെലവ് കൂടി, എക്സ്പെൻസ് കൂടിയാൽ ഡെബിറ്റ്. കൂടുതൽ ആലോചിക്കണ്ട. അപ്പൊ നമുക്ക് അക്കൗണ്ട് കിട്ടി. ഒന്ന് ക്യാഷ്, ഒന്ന് റിപ്പയേഴ്സ് അക്കൗണ്ട്. ഏതാ ഡെബിറ്റ്? റിപ്പയേഴ്സ് എന്നുള്ള എക്സ്പെൻസ് ഡെബിറ്റ്, ക്യാഷ് കൊടുക്കുന്നുണ്ട്, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ്. എങ്കിൽ ഉടനെ അതിലേക്ക് എഴുതുന്നു. ഡേറ്റ് എന്തായിരുന്നു? റിപ്പയേഴ്സ് പെയ്ഡ് ഫോർ റിപ്പയറിംഗ്. ഡേറ്റ് നോക്കുക, 26 എങ്ങാണ്ട് തോന്നുന്നു. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എഴുതുക. ഞാൻ തൽക്കാലം 26 എന്ന് എഴുതുന്നു. റിപ്പയേഴ്സ് അക്കൗണ്ട് ഡെബ്റ്റർ. റിപ്പയേഴ്സ് അക്കൗണ്ട് ഡെബ്റ്റർ എത്ര? 750. കൊടുത്തത് ക്യാഷ്, ടു ക്യാഷ്. ക്രെഡിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് 750. അപ്പോ നരേഷൻ എഴുതാം. being paid for repairs. paid for repairs. നരേഷൻ കംപ്ലീറ്റ് ആയി. താഴെ വരച്ചാൽ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി. അപ്പൊ പെയ്ഡ് ഫോർ റിപ്പയേഴ്സ്, ജേർണൽ എൻട്രി റിപ്പയേഴ്സ് അക്കൗണ്ട് ഡെബ്റ്റർ 750, ടു ക്യാഷ് അക്കൗണ്ട് 750. അതോടുകൂടി ആ ജേർണൽ എൻട്രി കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് ലാസ്റ്റ് ജേർണൽ എൻട്രി. റിസീവ്ഡ് കമ്മീഷൻ ഫ്രം സുകുമാർ. റിസീവ്ഡ് കമ്മീഷൻ ഫ്രം സുകുമാർ. എന്താ ട്രാൻസാക്ഷന്റെ അർത്ഥം പറയൂ? റിസീവ്ഡ് സ്വീകരിച്ചു, കിട്ടി. റിസീവ്ഡ് സ്വീകരിച്ചു, കിട്ടി. എന്ത് കിട്ടി? ക്യാഷ് ആണ് കിട്ടിയത്. എങ്കിൽ അതിൽ നോ ഡൗട്ട് ഒരു അക്കൗണ്ട് എന്താണ്? ക്യാഷ്. എഴുതി വെക്കാം. ഇത് പ്രോസസ് ചെയ്യേണ്ട തലയിലായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പെട്ടെന്ന് എഴുതിയത്. റിസീവ്ഡ് കമ്മീഷൻ ഫ്രം സുകുമാർ. റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ ക്യാഷ് കിട്ടിയിട്ടുണ്ടാവും. അത് എന്തായിട്ടാണ് കിട്ടിയത്? കമ്മീഷൻ. ഫ്രം സുകുമാർ. പിന്നെ പേരിന് പ്രസക്തി ഇല്ല. ക്യാഷ് ആണ് കിട്ടിയത്, കമ്മീഷൻ ആയിട്ടാണ് കിട്ടിയത്. ആരെന്നാ കിട്ടിയത്? സുകുമാർ. പക്ഷെ സുകുമാറിന്റെ എന്ന പേരിന് ഒരു പ്രസക്തി ഇല്ല. അത് ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. ക്യാഷ് ആണ് കിട്ടിയത്. എന്തായിട്ട് കിട്ടി? കമ്മീഷൻ ആയിട്ട് കിട്ടി. അപ്പൊ നിങ്ങൾ അത് മാത്രമേ ചിന്തിക്കാവുള്ളൂ, സുകുമാറിനെ കുറിച്ച് ചിന്തിക്കരുത്. അപ്പോ ഒരു അക്കൗണ്ട് ക്യാഷ്, രണ്ടാമത്തെ അക്കൗണ്ട് എന്തായിട്ട് കിട്ടി? കമ്മീഷൻ ആണ് കിട്ടിയത്. ഇനി ക്യാഷ് കിട്ടണോ പോവാണോ ചെയ്ത് നോക്കൂ. ക്യാഷ് കിട്ടി, റിസീവ്ഡ് സ്വീകരിച്ചു. കിട്ടി എന്ന് പറഞ്ഞാൽ ക്യാഷ് കൂടി. ക്യാഷ് കൂടിയാൽ ഡെബിറ്റ്. നമ്മൾ പഠിച്ചതാണ് അസറ്റ് കൂടി. ഇനി അത് എന്തായിട്ടാണ് കിട്ടിയത്? കമ്മീഷൻ. ഒരു ബിസിനസ്സിൽ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കിട്ടുന്നതാണെങ്കിൽ അത് ഇൻകം ആയിരിക്കില്ലേ? കൊടുക്കുന്നതാണെങ്കിൽ എക്സ്പെൻസ് ആയിരിക്കും. കിട്ടിയതാണെങ്കിൽ അത് എന്താണ്? ഇൻകം ആണ്. അപ്പൊ നമ്മുടെ ഇൻകം വർദ്ധിച്ചു. ഇൻകം വർദ്ധിച്ചാൽ ക്രെഡിറ്റ്, കുറഞ്ഞാൽ ഡെബിറ്റ് പഠിച്ചതാണ്. അപ്പൊ കമ്മീഷൻ കൂടിയാൽ കമ്മീഷൻ ക്രെഡിറ്റ്. അപ്പൊ ക്യാഷ് കിട്ടി, ക്യാഷ് ഡെബിറ്റ്, കമ്മീഷൻ എന്നുള്ള ഇൻകം കൂടി, ക്രെഡിറ്റ്. രണ്ട് അക്കൗണ്ട് കണ്ടു. അതിലേത് ഡെബിറ്റ് ചെയ്ത് ക്രെഡിറ്റ് ചെയ്ത് കണ്ടു. ട്രാൻസാക്ഷൻ ഡേറ്റ് 31-ാം തീയതി. നമ്മൾ എന്ത് ചെയ്യുന്നു? ഡേറ്റ് എടുക്കുന്നു 31. ഡെബിറ്റ് ക്യാഷ്, അക്കൗണ്ട് ഡെറ്റർ. എത്രയാണ് കമ്മീഷൻ കിട്ടിയത്? 250. Commission account debtor 250. Sorry, cash account debtor 250 to commission. To commission account 250. ഈ റൈറ്റ് അലൈൻ ചെയ്തിട്ട് വേണം സംഖ്യ എഴുതാൻ. ഞാനത് എഴുതുമ്പോൾ ചെറിയ വ്യത്യാസം വന്നാണ്. നിങ്ങൾ അത് റൈറ്റ് അലൈൻ കറക്റ്റ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ട്രാൻസാക്ഷന്റെ ഡെബിറ്റ് ക്രെഡിറ്റ് ആയി. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 250 ടു കമ്മീഷൻ അക്കൗണ്ട് 250. അപ്പൊ നമുക്ക് നരേഷൻ എഴുതാം. ബീയിങ് റിസീവ്ഡ് കമ്മീഷൻ. റിസീവ്ഡ് കമ്മീഷൻ. ട്രാൻസാക്ഷൻ കഴിഞ്ഞു. ലാസ്റ്റ് ട്രാൻസാക്ഷൻ കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ അടിയിൽ എമൗണ്ട് കൊടുത്തിന്റെ അടിയിൽ തീട്ടി വരയ്ക്കാം. എന്നിട്ട് ആ ഡെബിറ്റും ക്രെഡിറ്റും എമൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കൂട്ടി എഴുതിയിട്ടുണ്ട്. ഇവിടെ എനിക്ക് 3 സംഖ്യയുണ്ടോ? 250, 750, 1000 പ്ലസ് 15000, 16000. ഞാനിവിടെ 16000 എഴുതുന്നു. പക്ഷെ നിങ്ങളുടെ ജേണലില്
ടോട്ടൽ വ്യത്യാസം എല്ലാതും കൂടി കൂട്ടിയിട്ട് വേണം നിങ്ങൾ എഴുതാൻ. അപ്പോൾ ജേണൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഒന്ന് ടോട്ടൽ ചെയ്ത് നോക്കുക. രണ്ടും ടോട്ടൽ തുല്യമായിരിക്കണം. എന്നിട്ട് അതിന്റെ അടിയിൽ ഡബിൾ ലൈൻ ഇട്ടിട്ട് എന്ത് ചെയ്യാം, ജേണൽ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യാം. ഇതോടുകൂടി ഈ ക്വസ്റ്റ്യന്റെ ജേണൽ നമ്മൾ എഴുതി കഴിഞ്ഞു. ഓരോ ട്രാൻസാക്ഷനും ഞാൻ അനലൈസ് ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ട്രാൻസാക്ഷനിൽ നമ്മൾ അനാലിസിസ് ടേബിൾ ഉണ്ടാക്കുന്നില്ല. അനാലിസിസ് ടേബിൾ നമ്മൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യുക, വീട്ടിൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ റഫിലെങ്കിലും അതിന്റെ അനാലിസിസ് ടേബിൾ ഒന്ന് എഴുതി വെച്ചോളൂ. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നിങ്ങൾ അത് സഹായിക്കും. കാരണം ഇതിൽ നമ്മൾ പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ ഒക്കെ ഞാൻ അതിനെ പുതുത് വന്നിട്ടുണ്ട്, ബാങ്ക് അക്കൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ട് ഡെബിറ്റ് ക്രെഡിറ്റ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ റീസൺ നിങ്ങൾ അതൊരു അനാലിസിസ് ടേബിൾ ആക്കിയിട്ട് നിങ്ങളുടെ നോട്ടിൽ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങൾ നോട്ട്സ് തയ്യാറാക്കുമ്പോൾ എന്ത് ചെയ്തോളൂ ഞാൻ പറഞ്ഞത്, ഈ ക്വസ്റ്റ്യൻ എഴുതാം, താഴെ അനാലിസിസ് ടേബിൾ ഉണ്ടാക്കുക, എന്നിട്ട് ജേണലിലേക്ക് എഴുതുന്നതായിരിക്കും നിങ്ങൾക്ക് ഉചിതം. പക്ഷെ പരീക്ഷയ്ക്ക് ഇതിന്റെ ആവശ്യമില്ല, ഈ അനാലിസിസ് ടേബിളിന്റെ ആവശ്യമില്ല. അത് നേരിട്ട് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ജേണലിലേക്ക് എഴുതിയാൽ മതി. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതോടുകൂടി ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. ഇനി പുതിയ പുതിയ ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിൽ പുതുതായി വരുന്ന ഇതുവരെ പറയാത്ത അധികമുള്ള ജേണൽ എൻട്രികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, പുതിയ ക്വസ്റ്റ്യൻ തയ്യാറാക്കി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, താങ്ക് യു.